സർക്കാരിനെയും CPM-നെയും പ്രതിരോധത്തിലാക്കിയ ആരോപണങ്ങൾക്ക് പിന്നാലെ PV അൻവർ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട എല്ലാ രേഖകളും സഹിതം പരാതി നൽകും. വെളിപ്പെടുത്തൽ പോരാട്ടത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അൻവറിന്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് ഭരണ പ്രതിപക്ഷങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അരുൺ അമൃതനാഥ് നൽകും. അരുൺ, നമസ്കാരം. ഈ PV അൻവർ ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് പുറത്ത് കാട്ടിയത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പറയാനിരിക്കുന്നു. എടവണ്ണ വെടിവയ്പ് കേസിനെ കുറിച്ച് പറഞ്ഞു, സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ടെന്ന് പറയുന്നു, അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ച് പറയുന്നു, ഗുണ്ടായുസവും കൊലപാതകവും അടക്കം നിരവധി ബന്ധങ്ങൾ പറഞ്ഞു. അപ്പോഴും ഒരു കുലുക്കവുമില്ലാതെ അതേ സ്ഥാനത്ത് തുടരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതേ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഇനിയൊരു അന്വേഷണം. ഇനി എന്താണ്? ഈ സുജിത് ദാസിനെ പോലും ഇത്രയധികം ഒരു IPS-കാരൻ്റെ എല്ലാ വിലയും കളഞ്ഞുകൊണ്ട് പെരുമാറി എന്ന് വിലയിരുത്തപ്പെടുമ്പോഴും ഒരു ട്രാൻസ്ഫർ അല്ലാതെ മറ്റൊന്നും സുജിത് ദാസിന് നേരിടേണ്ടി വരുന്നില്ല. എന്തായിരിക്കും ഇനി സംഭവിക്കുക? മോത്തി, ഇനി എന്ത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ അമൽ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇനി അൻവറിന്റെ നീക്കം എന്ത്? ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ കൂടെ, ഈ അൻവറിന്റെ പത്രസമ്മേളനത്തിന് മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ കൂടി ചോദിച്ച് വെച്ച കാര്യമാണത്. അതിന് പിന്നാലെ തന്നെ അൻവർ ഒരു വലിയ ബോംബ് പൊട്ടിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെതെന്ന് അവകാശപ്പെടുന്ന ഒരു ശബ്ദ സംഭാഷണം അൻവർ പുറത്തുവിടുകയാണ്. അതിൽ ഗുരുതര ആരോപണങ്ങൾ മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ സോളാർ കേസ് അട്ടിമറിയെക്കുറിച്ച് പറയുന്നു, സ്വർണ്ണക്കടത്ത് ബന്ധത്തെക്കുറിച്ച് പറയുന്നു. അതീവ ഗുരുതരമായ ആരോപണമായത് ഈ മുഖ്യമന്ത്രിയുടെയും ഓഫീസിൻ്റെയും ഫോൺ കോളുകൾ പുറത്തു വിടുന്നു എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പറയുന്നു. അപ്പോൾ അൻവർ ആദ്യ ദിനം തന്നെ പറഞ്ഞു നിർത്തിയതാണ്, ഇനി വാദികളും പ്രതികളും ഒക്കെ നിങ്ങളുടെ മുന്നിൽ വരും, ഇതൊരു തുടക്കം മാത്രമാണ് എന്ന രീതിയിൽ അൻവർ പറഞ്ഞു വെച്ചതുമാണ്. അപ്പോൾ ഈ സുജിത് ദാസുമായുള്ള ഒരു ഫോൺ സംഭാഷണം മാത്രമാണോ അൻവറിന്റെ പക്കൽ ഉണ്ട് എന്ന് നമ്മളെ ചോദ്യം ഉയർത്തുന്നു. അതിന് പിന്നാലെ മറ്റൊരു സംഭാഷണം അൻവർ പുറത്തുവിടുന്നു. അപ്പോൾ ഇനിയും എന്തൊക്കെയോ ബാക്കി ഉണ്ടല്ലോ എന്നുള്ള തരത്തിൽ തന്നെ അൻവർ കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൻവർ ഒരു അൺപ്രഡിക്റ്റബിളായി തന്നെ രീതിയിലാണ് അൻവറിന്റെ നീക്കങ്ങൾ. പ്രവചനങ്ങൾക്ക് അതീതമായി തന്നെയാണ് അൻവറിന്റെ ഓരോ ചലനങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ അൻവർ ഇതുവരെ ആരോപിച്ച ആരോപണങ്ങൾ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ അത് ഒരു കോളിളക്കം ഉണ്ടാക്കി. പക്ഷേ അത് അന്വേഷണത്തിൽ എവിടെയും എത്തി നിൽക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. അപ്പോൾ എന്തായിരിക്കും അൻവറിന്റെ പ്രതികരണം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചിലപ്പോൾ അൻവർ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ എത്രത്തോളം എന്നറിയില്ല. അപ്പോൾ അതിനുശേഷം എന്തായിരിക്കും അൻവറിന്റെ നീക്കം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി അൻവറിന്റെ ഒരു നീക്കം ഉണ്ടാവുക? ഇത്തരം ആരോപണങ്ങൾ വന്നിട്ട് ഈ സുജിത് ദാസ് SP-ക്ക് ആദ്യ ദിനം തന്നെ ഈ ഒരു സസ്പെൻഷനിലേക്കുള്ള നടപടി ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു നടപടിയിലപ്പുറം അതിലും സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ് നടത്തിയത്. ഒരു MLA-യോട് ഈ 25 വർഷവും കടപ്പെട്ടിരിക്കുമെന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ രീതിയിൽ തന്നെ IPS ഓഫീസേഴ്സിനുള്ളിൽ തന്നെ വലിയ അതൃപ്തി അത് ഉണ്ടാക്കിയതാണ്. അവിടെയും ഒരു സസ്പെൻഷൻ നടപടിയില്ല. MR അജിത് കുമാറിനെതിരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പോലും മാറ്റുന്നില്ല. അപ്പോൾ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചു ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ സഹിതം സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തു വിടുമ്പോൾ പോലും അതിന് ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് അൻവറിനെ ഏത് തരത്തിൽ പ്രകോപിപ്പിക്കും, അതോ അൻവറിനെ അതിലുള്ള പ്രതികരണം എന്താണ് എന്നുള്ളതാണ് ഇനി എന്തായാലും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അൻവർ എന്തെല്ലാം ആയിരിക്കും അൻവറിന്റെ നീക്കങ്ങൾ, എങ്ങനെയായിരിക്കും അൻവർ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അൻവർ റിലേറ്റ് ചെയ്യുന്നത് ഏറ്റവും ഗുരുതരമായ കേരളത്തിൽ കോലിളക്കം ഉണ്ടാക്കിയ സംഭവങ്ങളെ കുറിച്ചാണ്. താമിർ ജിഫ്രി കൊലപാതകം എന്താണെന്ന് വെച്ചാൽ PV അൻവറിനെതിരെ ആരോപണങ്ങൾ നിരവധി നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു നടപടിക്ക് സാധ്യതയുള്ള എന്തെങ്കിലും ഒരു കാര്യം PV അൻവറിനെതിരെ ഉയർന്നു വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനായി ഒരു ബോംബ് തിരികെ ഇട്ടതായിരിക്കുമോ എന്നുള്ള തരത്തിലും ചർച്ചകൾ നടക്കുകയാണ്. അതെ, തീർച്ചയായും അത് രണ്ട് തരത്തിലാണ്. അതിൻ്റെ ഓരോ ദിവസവും ഇതിൻ്റെ ഒരു അപ്ഡേഷൻ നമ്മൾ ഈ കേസിലെ പുരോഗതി പല ഘട്ടത്തിലേക്ക് പോകുമ്പോഴും നമുക്ക് പല രീതിയിലുള്ള ഒരു അനുമാനങ്ങൾ വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ രാവിലെ വരെ PV അൻവർ ഇത്തരം ആരോപണങ്ങൾ, ഈ ഗുരുതരമായ ആരോപണങ്ങൾ മിനിഞ്ഞാന്ന് ഉന്നയിക്കുന്നു. അതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി ADGP-യെ പൊതുവേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അത്തരത്തിൽ പോലീസിലെ പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് തുറന്നടിക്കുന്നു. അങ്ങനെ അൻവർ സ്കോർ ചെയ്തുന്നൊരു സമയം എന്ന് നമുക്ക്
പറയാം ഇന്നലെ ഉച്ചവരെ. പിന്നീട് പക്ഷേ ഈ നടപടി ഇല്ലാതെ വരുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മുഖ്യമന്ത്രി അൻവറും ഒരു ലൈനിലാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ നിന്ന് നേരെ മലക്കം മറയുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. ഈ നടപടിയൊന്നും ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിനെതിരെയുള്ള ഒരു കൗണ്ടർ എന്നാണ്, ഈ ഒരു പുരോഗതിയിൽ ഒരു കൗണ്ടർ എന്നുള്ളതാണ്. അൻവർ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ സർക്കാരിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പോലീസിലൊരു വിഭാഗത്തിനെതിരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അത് ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് എന്ന് സംശയമില്ല. അപ്പോൾ അത് എന്തിൻ്റെ ഒരു പിന്തുണയോട് കൂടിയാണ് അൻവർ ചെയ്യുന്നതെന്നാണ് നമ്മളൊക്കെ ഉന്നയിച്ച ചോദ്യം. അൻവർ മുഖ്യമന്ത്രി ഒരു ലൈനിലാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് വന്നപ്പോൾ അത് വ്യക്തമായി വന്നായിരുന്നു. പക്ഷേ വീണ്ടും ഇത് മലക്കം മറിഞ്ഞു വരുമ്പോൾ വീണ്ടും അത് പ്രവചനാതീതമായി തന്നെ കാര്യങ്ങൾ നിൽക്കുകയാണ്. പ്രതിപക്ഷം പോലും പ്രവചനാതീതമായി തന്നെ കാര്യങ്ങൾ നിൽക്കുകയാണ്. എന്താണ് അൻവർ മനസ്സിൽ കാണുന്നത്, അടുത്ത പദ്ധതി എന്താ തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും അറിയില്ല. മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്ന് പറയുന്ന സ്ഥിതിക്ക് ഇനിയും ഏറെ പറയാനുണ്ട്, പുറത്തു വരാനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ.